UDF വന്നാൽ 3 മാസത്തിനകം പ്രകടന പത്രിക നടപ്പാക്കുമെന്ന് VD സതീശൻ. UDF അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന് VD സതീശൻ. എല്ലാറ്റിനും UDFന് വ്യക്തമായ പ്ലാനുണ്ട്. വനിതകൾക്ക് സൗജന്യ യാത്ര, KSRTCക്ക് സർക്കാർ സബ്സിഡി, അതുവഴി KSRTCയെ സ്വയം പര്യാപ്തമാക്കുമെന്നും സതീശൻ പറഞ്ഞു. കിഫ്ബിയുടെ കണക്ക് പുറത്തുവിടും. കേരളത്തിന്റെ പൊതുവരുമാനം വർദ്ധിപ്പിക്കും. നമ്മുടെ വരും തലമുറയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വികസനമാണ് നടപ്പിലാക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഒരു തർക്കവും കാണില്ല. എല്ലാ കാര്യത്തിലും അനുകൂലമായ അന്തരീക്ഷമാണുള്ളത്. കേരളത്തിൽ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ ഒറ്റക്കെട്ടായ നേതൃത്വമാണിപ്പോഴുള്ളത്. CPMനെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരണം മടുത്തു കഴിഞ്ഞു. അതിനാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചിരിക്കണമെന്ന്. കാരണം അവർ മനസ്സുകൊണ്ട് UDFനൊപ്പമാണെന്നും VD സതീശൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയിട്ടില്ല. 48 മണിക്കൂറുകൾക്കുള്ളിൽ 92 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. സീറ്റ് നിർണയത്തിൽ ഘടകകക്ഷികളുമായി ഒരു അപസ്വരം ഉണ്ടായില്ല. ചില മാധ്യമങ്ങൾ ബോധപൂർവം തെറ്റായ വാർത്തകൾ പുറത്തുവിട്ടു. ഡൽഹിയിൽ ചർച്ച നടന്നത് 3.25 മണിക്കൂർ മാത്രമാണ്. എത്രയോ വിസ്മയങ്ങളുണ്ടായി. G സുധാകരൻ, ഗോവിന്ദൻ, A സുരേഷ്, PK ശശി എല്ലാം വിസ്മയങ്ങളാണ്. ഇവരുടെ നീക്കങ്ങൾക്ക് CPMലെ മുതിർന്ന നേതാക്കൾ പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്നുണ്ട്. 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി ധാരണയുണ്ട്. അവർ ജയിച്ചാൽ UDFനൊപ്പം നിൽക്കും. UDFിൽ നിന്ന് വിട്ടുപോയ സാമൂഹിക ഘടകങ്ങൾ സമ്പൂർണ്ണമായി തിരിച്ചുവന്ന കാലമാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് കാരണം ഇതാണ്. നിലവിൽ സർക്കാർ നടത്തുന്നത് കള്ളപ്രചാരണമാണ്. അതെല്ലാം പൊളിച്ചടുക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. അതേസമയം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്നും നേമത്ത് പോലും ജയിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പാലക്കാട് BJP ജയിപ്പിക്കാൻ CPM ഡീലുണ്ടെന്നും VD സതീശൻ ആരോപിച്ചു. ദുർബലനായ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് ഡീലിന്റെ ഭാഗമാണ്. പകരം 10 സീറ്റിൽ BJP CPMനെ സഹായിക്കുമെന്നും VD സതീശൻ ആരോപിച്ചു.